ക്ലേശങ്ങളും ദുഃഖങ്ങളും ജീവിതത്തെ തേച്ചു മിനുക്കാനുള്ളതാണ്, തകർക്കാനുള്ളതല്ല. അതിന് തെളിവ് മഹത്തുക്കളുടെ ജീവിതം തന്നെ. അവരുടെ വാക്കുകളും ജീവിത സന്ദർഭങ്ങളും നമ്മിൽ ആവേശമുണർത്തും, നമ്മിലെ നിരാശ അകറ്റും. ആത്മവിശ്വാസവും പ്രതീക്ഷയും കരുത്തും തൊട്ടുണർത്തുവാൻ ശ്രീ സത്യസായി പബ്ലിക്കേഷൻ സൊസൈറ്റി പ്രസിദ്ധീകരിച്ച ശ്രീ സായിദാസിൻ്റെ നല്ലൊരു നാളെ എന്ന പുസ്തകത്തിൽ നിന്നും. ആരാണ് സ്വർഗത്തിന് അവകാശി? അന്നും പതിവ് പോലെ ധാരാളം പേർ സ്വർഗകവാടത്തിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വേദപണ്ഡിതനും പുരോഹിതനും കൃഷിക്കാരനും ഒരേ സമയം മരിച്ചു. 3 പേരുടെയും ആത്മാവ് ഒരുമിച്ചാണ് സ്വർഗത്തിലേക്ക് യാത്ര തിരിച്ചത്. സ്വർഗകവാടത്തിലെ കാവൽക്കാരൻ പറഞ്ഞു, നിങ്ങൾ സ്വയം പരിചയപ്പെടുത്തുക, എന്നിട്ടേ അകത്തേക്ക് കടക്കാനാവൂ. അപ്പോൾ വേദപണ്ഡിതൻ പറഞ്ഞു, ഞാൻ മഹാപണ്ഡിതനാണ്, എനിക്കറിയാത്ത ശാസ്ത്രങ്ങളില്ല, എനിക്കറിയാത്ത വേദങ്ങളില്ല. വേദം പഠിപ്പിച്ചാണ് ഞാൻ ജീവിതം ചെലവഴിച്ചത്. ഉടൻ കാവൽക്കാരൻ പറഞ്ഞു, പക്ഷേ അതിലൊന്നുപോലും നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കിയിട്ടില്ല. അതിനാൽ അകത്ത് കടക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതു കണ്ടു നിന്ന പുരോഹിതൻ പറഞ്ഞു, ഞാൻ 1000കണക്കിന് യാഗം ചെയ്തിട്ടുണ്ട്, പൂജകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അകത്ത് കടക്കാം. ഉടൻ കാവൽക്കാരൻ പറഞ്ഞു, പറ്റില്ല. കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള പൂജകളും കർമ്മങ്ങളും സ്വന്തം സുഖത്തിന് മാത്രമായിരുന്നു. ലോകത്തിന് ഉപകാരമായി എന്താണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഒടുവിൽ കൃഷിക്കാരൻ്റെ ഊഴമായി. അയാൾ പറഞ്ഞു, ഞാൻ നന്നായി പണി ചെയ്ത ജീവിതം നയിച്ചത്. വീട്ടുകാരെ എല്ലാം സംരക്ഷിച്ചു. അതോടൊപ്പം കഴിയുന്ന വിധം എൻ്റെ ഗ്രാമത്തെ സേവിച്ചു. അത്രമാത്രം. ഉടൻ കാവൽക്കാരൻ പറഞ്ഞു, വരൂ, നിങ്ങൾ തന്നെയാണ് യോഗ്യൻ. സ്വർഗവാതിൽ നിങ്ങൾക്കായി തുറന്നു കിടക്കുന്നു. Bhagavan does not want mandirs, temples. నాకు ఏ విధమైనటువంటి భూములు అక్కర్లేదు. Bhagavan does not want any sites. ఆనందంగా సేవలు చేస్తురండి. Bhagavan wants you to serve. ఈ దిక్కులేనటువంటి వారికంతా కూడా తగినటువంటి సహాయం చేయండి. Help those forlorn who are helpless. అన్నాహారం లేకుండా అల్లాడేటువంటి వాళ్ళకు కొంత ఆహారం అందించండి. Serve food to those who are hungry and who are needy. ప్రపంచమంతా కూడాను ఫుడ్ తోనే ఉంటున్నది హెడ్. In fact, the head depends on the food. కనుక ఫుడ్ హెడ్ గాడ్ మూడింటిని ఒకటిగా చేయాలి. As is the food, so is the head. As is the head, so is the God. కనుక మీరు మీ సేవ చేయాలనుకుంటే ఏ సేవనైనా మీకు పరోపకార సంబంధమైన సేవలు చేయండి. Serve others. Whatever service that would help others, be prepared to do that. కనుక మీరు వారి కోసం వీరి కోసం కాచుకోనక్కర్లేదు. You don't have to wait for others. మీకు ఏదైనా అవసరమైతే నన్ను అడగండి. If you want anything, ask Bhagavan directly. నేను ఇస్తాను, కానీ మీరు ఎక్కడే కానీ నయా పైసా చందాలు కూడా వేయకూడదు. Whatever you want, Bhagavan will give you. Don't collect money. ఈ చందాలకు పోయేదిని ఒక 100 రూపాయలు తీసుకునేదిని 1000 రూపాయలు అడ్వర్టైజ్ చేసేది. You just collect, they give you 100 rupees and give advertisement 1000 rupees worth. కనుక మనకి ఈ యొక్క అడ్వర్టైజ్ మనకు అక్కర్లేదు. Such donations we don't want. మీకు ఏదైనా కావాల్సింటే వ్యక్తిగతమైనటువంటి ఇది నన్ను అడగండి, నేను ఇస్తాను. If you want anything, ask Bhagavan directly. కొండ వంటి స్వామిని దగ్గర పెట్టుకొని ఎందుకు మీకు ఈ అవస్థలు? Bhagavan, mountain is by our side. Why should we suffer? ఎవరిని మీరు ఆశ్రయించకండి. Don't run after people. Don't go to anybody. వాళ్ళని ఆశ్రయించడానికి ఎక్కడ పోతే పెద్ద పెద్ద వేదాంతాలంతా చెప్తారు. If you go to elderly people, they teach you philosophy. ఈ వేదాంతంలంతా దమ్మిడికి పనికిరానటువంటి. It is after all useless. యూజ్లెస్ యూజ్లెస్ యూజ్లెస్. It is useless, useless, double useless, multiple useless. ഒരു ക്ഷേത്രമുണ്ടാക്കുന്നതിനേക്കാൾ, ഒരു പള്ളി ഉണ്ടാക്കുന്നതിനേക്കാൾ, ഒരു മസ്ജിദ് രൂപപ്പെടുത്തുന്നതിനേക്കാൾ ദൈവത്തിന് ഇഷ്ടപ്പെടുക എന്താകും എന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും, പുട്ടപർത്തിയിലെ പോലെ
ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് ചെയ്യുന്നതിലായിരിക്കും ദൈവത്തിന് കൂടുതൽ ഇഷ്ടം എന്ന്. ജീവിതം ഇരുൾ മുറ്റി നിൽക്കുന്ന ക്ഷേത്രം പോലെയാണ്. സേവനമാകുന്ന പ്രകാശത്തിന് മാത്രമേ ആത്മീയ സാധകനെ പ്രദീപ്തമാക്കാൻ പറ്റുകയുള്ളൂ.